Happy New Year from High Kitchen Recipes in Malayalam. സ്നേഹവും സമാധാനവും നന്മയും നിറഞ്ഞ നല്ല നാളുകൾ തന്നെ ഈ പുതുവർഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോയിലോട്ട് കടക്കാം. ബെൽജിയത്തിലെ ഡിസംബർ കാഴ്ചകളും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ചില ലോക്കൽ ഫുഡ് അത് ഏതൊക്കെയാണെന്നും പിന്നെ 2-3 കുറച്ച് നല്ല സ്ഥലങ്ങൾ, അതായത് പ്രത്യേകിച്ച് കുട്ടികളായിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല കുറച്ച് സ്ഥലങ്ങൾ ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആംസ്റ്റർഡാമിൽ നിന്നും ബ്രസൽസ് എന്ന് പറയുന്ന ബെൽജിയത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലോട്ടാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. 3.5 മണിക്കൂറായിരുന്നു ആ ഒരു ബസ് ജേർണി. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ മെനേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അത്യാവശ്യം ഒരു ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങുന്ന ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ഒരുപാട് ലക്ഷൂറിയസ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. വളരെ കംഫർട്ടബിൾ ആയിരുന്നു അവിടുത്തെ ആ ഒരു സ്റ്റേ. ബ്രസൽസ് സിറ്റിയിൽ നിന്നും ബ്രൂഷസിലോട്ട് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് എത്താൻ സാധിക്കും. ഒരു വ്യത്യസ്തമായ സ്ഥലം തന്നെയാണ് ബ്രൂഷസ്. ഒരുപാട് മിഡീവൽ ആർക്കിടെക്ചർ കാണാൻ സാധിക്കും. ഒരുപാട് ഫേമസ് പള്ളികളുണ്ട്. ശരിക്കും ഒരു കഥാപുസ്തകം പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇത് കണ്ടില്ലേ, ഇതേപോലെ കുതിരവണ്ടിയിലൊക്കെയാണ് ഇപ്പോഴും അവിടെ ആൾക്കാരെ കൊണ്ടുപോകുന്നതും എല്ലാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ബ്രൂഷസ്. അപ്പോൾ ക്രിസ്മസ് മാസം, അതായത് ഡിസംബർ മാസം ആയതുകൊണ്ടാണ് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും, അതായത് ബ്രൂഷസിൽ പോലും ഒരുപാട് ക്രിസ്മസ് മാർക്കറ്റ്സ് കാണാൻ സാധിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ക്രിസ്മസ് മാർക്കറ്റ്സ് വിസിറ്റ് ചെയ്തിരിക്കണം. കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ലോക്കലി ബ്രൂ ചെയ്തിരിക്കുന്ന വൈന്, ബിയർ, പലതരത്തിലുള്ള ആൽക്കഹോളിക്, നോൺ ആൽക്കഹോളിക് ബെവറേജസ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്ന പല കാര്യങ്ങൾ, വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്ന പല സംഭവങ്ങൾ, അവിടുത്തെ തനതായ ഭക്ഷണ രീതികൾ അറിയാനൊക്കെ കൂടുതൽ സാധിക്കുന്നത് ഇതേപോലെയുള്ള കൊച്ചു കൊച്ചു ക്രിസ്മസ് മാർക്കറ്റ്സ് സന്ദർശിക്കുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരാൻ ശ്രദ്ധിക്കുകയും ഈ ഒരു സമയത്താണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ. കാരണം ഇതൊരു ഡിഫറെൻറ്റ് ഫീലാണ് ശരിക്കും കിട്ടുക. ശരിക്കും നമുക്ക് ആ ഒരു ലോക്കൽ കൾച്ചർ നമുക്ക് അറിയാൻ സാധിക്കും. കൂടുതലുള്ള ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവധി സമയങ്ങളും ജോലി കഴിഞ്ഞാലൊക്കെ ഫ്രണ്ട്സായിട്ടും കൂട്ടുകാരായിട്ടും കുടുംബമായിട്ടൊക്കെ മാക്സിമം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇതേപോലെ ക്രിസ്മസ് മാർക്കറ്റ്സ്. അപ്പം ഞങ്ങളിവിടെ ട്രൈ ചെയ്ത ഫുഡ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാം. ഇതിൻ്റെ പേര് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ച് ഡിഷാണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ പോലും ഇത് വളരെ കോമൺ ആയിട്ട് ബെൽജിയത്തിലുള്ളവർ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു വിഭവമായതുകൊണ്ട് തന്നെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ക്രിസ്മസ് മാർക്കറ്റ്സിലും ഇത് വളരെ എളുപ്പത്തിൽ കിട്ടാൻ സാധിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഉരുളക്കിഴങ്ങനെ നന്നായിട്ട് പുഴുങ്ങിയതാണ്. നല്ല വൈനിലെല്ലാം ഇട്ട് നന്നായിട്ട് പുഴുങ്ങി എടുത്തൊരു സ്പെഷ്യൽ സ്പൈസ് മിക്സ് എല്ലാം ചേർത്ത് ഇതിൽ ചീസും ഹാമും എല്ലാം ഉണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ കാണുന്നത് സ്ട്രോബെറീസ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. സ്ട്രോബെറീസും വൈറ്റ് ചോക്ലേറ്റ് കോട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് പലതും അവൈലബിൾ ആണ്. ഞങ്ങൾ ഈ വൈറ്റ് ആണ് സെലക്ട് ചെയ്തത്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പ്രത്യേകിച്ച് ആ ചോക്ലേറ്റിനേലും കൂടുതൽ ഞാൻ പറയുകയാണെങ്കിൽ ആ സ്ട്രോബെറീസിനാണ് ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ബെൽജിയത്തിൽ വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രോബെറിയുടെ സംഭവം ടേസ്റ്റ് ചെയ്യാണ്ടിരിക്കരുത്. കാരണം അവിടെ കിട്ടുന്ന സ്ട്രോബെറിയുടെ ടേസ്റ്റ് എന്ന് വെച്ചാൽ വേറൊരു ലെവലാണ്. ഭയങ്കര സൂപ്പറാണ്. വലിയ ചെമ്മീൻ, കൊഞ്ച്, പിന്നെ കല്ലുമ്മക്കായ, അതുപോലെ പലതരത്തിലുള്ള സീ ഫുഡ് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ബെൽജിയത്തിൽ വരുന്നുണ്ടെങ്കിൽ സീ ഫുഡ് ട്രൈ ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ട് സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. കാരണം ഞങ്ങൾ അവിടെ 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഞങ്ങളൊന്ന് ട്രൈ ചെയ്തതാണ്. ഒരു പ്രത്യേകതര സോസിൽ മുക്കിയിട്ട് വളരെ ടേസ്റ്റി ആയിരുന്നു. ശരിക്കും ആ ഫ്രഷ് ടേസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബെൽജിയത്തിൽ വരുന്നുണ്ടെങ്കിൽ സീ ഫുഡ് ട്രൈ ചെയ്യാൻ മറക്കരുത്. ബെൽജിയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നത് എന്താണ്? ബെൽജിയൻ ചോക്ലേറ്റ്സും ബെൽജിയൻ വാഫിൾസും. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ബെൽജിയം വാഫിൾസ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് വാഫിൾ ഷോപ്സ് നിങ്ങൾക്ക് ബെൽജിയത്തിൽ കാണാൻ സാധിക്കും. ഇതേപോലെ പലതരത്തിലുള്ള ടോപ്പിംഗ്സോടെ ആയിരിക്കും ഈ വാഫിൾസ് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ശരിക്കും മസ്കറ്റിൽ കിട്ടുന്ന വാഫിൾസ് ഒന്നുമല്ല എന്നാണ് എനിക്ക് ഇത് കഴിക്കുമ്പോഴാണ് തോന്നുന്നത്. കാരണം അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു അത്.
അറ്റോമിയം ഒരു പ്രധാനപ്പെട്ട കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം ബ്രസൽസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് തന്നെയാണ് അറ്റോമിയം. അപ്പോൾ ഇതേപോലെ 5 സ്ഫിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതേപോലത്തെ ഗ്ലോബ് പോലെ ഇരിക്കുന്ന സാധനം കണ്ടില്ലേ, അതുപോലെ 5 സംഭവം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഓരോ സ്ഫിയറിലും നമുക്ക് പോകാൻ സാധിക്കും. ഇതിനൊക്കെ എസ്കലേറ്റർ ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്, ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്ഫിയറിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്ഫിയറിലാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ ആ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല, കാരണം നമുക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് റിസർവ് ചെയ്തിട്ട് പോവുക, കാരണം ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പോൾ ഏറ്റവും മുകളിലത്തെ വ്യൂ എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് ആ ഫുൾ ബ്രസൽ സിറ്റി കാണാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യൂ മിസ് ചെയ്യാണ്ട് നോക്കാം. പിന്നെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും, കാരണം ഒരു മ്യൂസിയം കൂടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോസ് ഇതിൻ്റെ അകത്തുണ്ട്. അത് ശരിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ബ്രസൽസിൽ വന്നിട്ടുണ്ടെങ്കിൽ അറ്റോമിയം വിസിറ്റ് ചെയ്യാണ്ട് ഇരിക്കരുത്. അറ്റോമിയത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു സംഭവമാണ് മിനി യൂറോപ്പ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, കാരണം യൂറോപ്പിൻ്റെ, അതായത് യൂറോപ്പിലെ എല്ലാ നഗരങ്ങളിലെയും പ്രധാനപ്പെട്ട മോണുമെൻറ്റ്സ് ഒക്കെ മിനിയേച്ചർ ഫോമിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മിനിയേച്ചർ ഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ അത്രയേ ഉള്ളൂ ഓരോ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. നമുക്കാണെങ്കിലും തോന്നും, കുട്ടികൾക്കാണെങ്കിലും തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും മിനി യൂറോപ്പും സന്ദർശിക്കാൻ മറക്കരുത്. ബെൽജിയം ബിയറും വളരെ ഫേമസ് ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനേലും ലാഭമാണ് അവിടെ കിട്ടുന്ന ബിയർ. അപ്പം നിങ്ങൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ബിയർ തന്നെ ചോദിച്ച് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് അറിയാൻ സാധിക്കൂ. അപ്പോൾ ഇതേപോലെ ഭയങ്കര മഞ്ഞൊക്കെ മൂടി നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഞങ്ങൾ ഡിസംബറിൽ പോയതുകൊണ്ട് തന്നെ -1 -2 ഒക്കെ ആയിരുന്നു വെതർ. നല്ലൊരു ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ബെൽജിയം വിട്ട് വേറൊരു രാജ്യത്തോട്ട് പോവുകയാണ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഭക്ഷണ രീതികളെക്കുറിച്ചും പിന്നെ കുറച്ച് കാണേണ്ട നല്ല സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വേറൊരു ഇതേപോലത്തെ ഒരു ട്രാവൽ വ്ളോഗിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പം എനിക്ക് പറയാനുള്ളൊരു അഡ്വൈസ് എന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെ യാത്ര പോകുമ്പോഴും അവിടുത്തെ ലോക്കൽ ഭക്ഷണങ്ങൾ തന്നെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണം അന്വേഷിച്ച് പോവാണ്ട്, ഞാൻ പറയുന്നത് അവിടുത്തെ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് അവിടുത്തെ ആ ഒരു ലോക്കൽ ആൾക്കാരുടെ രീതികളും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങളുടെ കുട്ടികളെയും ചെറുപ്പത്തിലേ മുതൽ തന്നെ അതേപോലെ ശീലിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അത് പിന്നീടാണെങ്കിലും അത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരുപാട് ട്രാവൽ വീഡിയോസും ഫുഡ് വീഡിയോസും അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.